സിറ്റി ചേഞ്ചേഴ്സ് ചർച്ചിലെ ആരാധനയ്ക്ക് വന്നിട്ടുള്ള എല്ലാവരെയും, അതുപോലെ യൂട്യൂബിലൂടെ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള മൂവി ഏതാണെന്നറിയാമോ? എത്ര ഭാഷകളിലേക്കാണ് അത് ഡബ് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? ആരാണ് അത് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് അറിയാമോ? ഏത് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ മൂവി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതെന്ന് അറിയാമോ? പറയൂ, ഏത് മൂവിയാ? ജീസസ് ഫിലിമാണ്. 1979 പുറത്തിറങ്ങിയത്. അതിൻ്റെ ആദ്യത്തെ പോസ്റ്ററാണത്. 2100 ഭാഷകളിലേക്കാണ് ജീസസ് ഫിലിം ഡബ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ക്യാമ്പസ് ക്രൂസൈഡാണ് ആ മൂവി പ്രൊഡ്യൂസ് ചെയ്തത്. ഗോസ്പൽ ഓഫ് ലൂക്കോസ് എഴുതിയ സുവിശേഷം അടിസ്ഥാനപ്പെടുത്തിയാണ് ആ മൂവി നിർമ്മിക്കപ്പെട്ടത്. 130 ഡബ്ബിങ് കൂടി ഇനി പൂർത്തിയാകുവാനായിട്ടുള്ള വഴിയിലാണ്. അങ്ങനെ വരുമ്പോൾ 2230 ഭാഷകളിലേക്കാണ് ജീസസ് ഫിലിം ഡബ് ചെയ്യപ്പെടുന്നത്. അതിൽ 277 ഇന്ത്യൻ ഭാഷകളിൽ തന്നെ ജീസസ് ഫിലിം ഡബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുക, ഏഷ്യൻ ഗെയിംസൊക്കെ നടക്കുന്ന സമയത്ത് അതിൻ്റെ പല ഭാഷയിലുള്ള ജീസസ് ഫിലിമിൻ്റെ വീഡിയോ കാസറ്റ്സ് ഞങ്ങൾ ഏഷ്യൻ ഗെയിംസിൻ്റെ ഗ്രൗണ്ടിൽ പോയിട്ട് ഓരോ സ്ഥലത്തുനിന്ന് വന്നവർക്കുള്ള ഗെയിംസിൽ പങ്കെടുക്കുന്നവരെ ഞങ്ങൾ അവരുടെ ബ്രേക്ക് ടൈമിൽ ഒരു റൂമിൽ അവരെ വിളിച്ച് കൂട്ടി TVയും VCR ഒക്കെ ആയിട്ട് കൊണ്ടുപോയി അവരുടെ ഭാഷയിൽ ഞങ്ങൾ ആ മൂവി അവർക്ക് കാണിക്കുകയും അതിൻ്റെ വീഡിയോ കാസറ്റ്സ് ഗിഫ്റ്റായിട്ടൊക്കെ അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഇതിൻ്റെ ഈ ട്രാൻസ്ലേഷന്, ഡബ്ബിങ്ങിന് ലീഡർഷിപ്പ് കൊടുത്തത് ദൈവദാസൻ ചാർലി എബ്രോയാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം ക്യാമ്പസ് ക്രൂസൈഡിൻ്റെ മീഡിയ മിനിസ്ട്രി ഡയറക്ടറായിരുന്നു. നമ്മുടെ ഇവിടെ വന്ന് അദ്ദേഹം ശുശ്രൂഷിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് ഡബ് ചെയ്യപ്പെട്ടുള്ളതിൽ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് അത് ഡബ് ചെയ്യപ്പെട്ടത്. അത് 277 ഇന്ത്യൻ ഭാഷകളിലേക്കാണ്. ഒരുപാട് പേരെ ഇന്നും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന മൂവിയാണ്. ഞാൻ അതിൻ്റെ അങ്ങനെ ഒരു ഇൻട്രഡക്ഷൻ പറയുവാൻ കാരണം, ലൂക്കോസ് എഴുതിയ സുവിശേഷം അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ മൂവി നിർമ്മിക്കപ്പെട്ടത്. 4 മണിക്കൂറായിരുന്നു അതിൻ്റെ ദൈർഘ്യം. എന്നാലത് എഡിറ്റ് ചെയ്ത് ചുരുങ്ങിയ 2-2.25 മണിക്കൂറിലോട്ട് അത് മാറ്റുകയാണ് ഉണ്ടായത്. നമ്മൾ ഇവിടെ പഠിക്കുവാനായിട്ട് പോകുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷമാണ്. ഓക്കെ, ഈ സുവിശേഷം കൂടാതെ അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകവും ലൂക്കോസ് എഴുതിയതാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവിതവും ശുശ്രൂഷയും, ലൈഫ് ആൻഡ് മിനിസ്ട്രി ഓഫ് ജീസസ് ആണ് ലൂക്കോസ് സുവിശേഷത്തിൽ ഉള്ളത്. ലൂക്കോസ് സുവിശേഷം എന്താണ് എന്നതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമായിരിക്കും ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പസ്തോല പ്രവൃത്തികളിൽ ക്രിസ്തീയ സഭയുടെ ആരംഭ കാലഘട്ടത്തിലെ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ലൂക്കോസ് സുവിശേഷത്തിലെയും അപ്പസ്തോല പ്രവൃത്തിയിലെയും പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ജീസസ് ഈസ് ദ സേവിയർ ഓഫ് ദ ഹോൾ വേൾഡ് എന്നുള്ളതാണ്. എന്താണ്? ജീസസ് ഈസ് ദ സേവിയർ ഓഫ് ദ ഹോൾ വേൾഡ്. ഉൽപ്പത്തി 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. യഹോവ എബ്രാഹാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും ഈ പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അബ്രാഹാമിൻ്റെ കുടുംബത്തിലൂടെ ലോകത്തിനുള്ള രക്ഷ വരുമെന്നുള്ളതിൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ
റെപ്രസെൻ്റ് ചെയ്യുന്നത് യേശുക്രിസ്തുവാണ്. ലൂക്കോസ് 2:30-32 വാക്യം ഇങ്ങനെ പറയുന്നു: ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു ജാതികൾക്ക് പ്രകാശമായിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അപ്പസ്തോല പ്രവൃത്തികളിൽ ഈ പ്രവചനങ്ങൾ എങ്ങനെയാണ് നിറവേറപ്പെട്ടത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പസ്തോല പ്രവൃത്തി അവസാനിക്കുമ്പോൾ റോമിൽ തടവിലായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, അപ്പസ്തോല പ്രവൃത്തി 28:28, ആകയാൽ ദൈവം തൻ്റെ ഈ രക്ഷ ജാതികൾക്ക് അയച്ചിരിക്കുന്നു, അവർ കേൾക്കും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ജാതികൾ, ജെൻറ്റൈൽസ് എന്ന് പറഞ്ഞാൽ യഹൂദരല്ലാത്തവർ വിജാതീയരായിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ പാലസ്തീനിലെ സാമൂഹികവും മതപരവുമായിട്ടുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും ഈ ജാതികളിൽ നിന്നുള്ളവരെ വളരെ താണവരായിട്ട് കരുതിയിരുന്നു. ദൈവരാജ്യത്തിൽ ഇവർക്ക് യാതൊരു സ്ഥാനവും ഇല്ലായിരുന്നു. ലൂക്കോസ് ഒരു ജെൻറ്റൈലായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ യഹൂദന്മാരോടും ജാതികളോടുമുള്ള സമീപനം ഡോക്ടർ ലൂക്ക് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സമൂഹത്തിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ളവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും സ്ത്രീകളോടും ടാക്സ് കളക്ടേഴ്സിനോടും കുഷ്ഠരോഗികളോടും പാവപ്പെട്ടവരോടുമൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ ലൂക്കോസ് കൊടുത്തിട്ടുണ്ട്. അതിനാൽ ലൂക്കോസ് അറിയപ്പെടുന്നത് ഇവാഞ്ചലിസ്റ്റ് ഓഫ് ദ പുവർ ആൻഡ് ദ സ്ക്രൈബ് ഓഫ് ക്രൈസ്റ്റ് ജെൻറ്റിൽനെസ് എന്നാണ്. എന്താണ് അറിയപ്പെടുന്നത്? ദ ഇവാഞ്ചലിസ്റ്റ് ഓഫ് ദ പുവർ ആൻഡ് ദ സ്ക്രൈബ്സ് ഓഫ് ക്രൈസ്റ്റ് ജെൻറ്റിൽനെസ്, അതായത് ദരിദ്രരുടെ സുവിശേഷകൻ എന്നും ക്രിസ്തുവിൻ്റെ സൗമ്യതയുള്ള ക്രിസ്തുവിൻ്റെ എഴുത്തുകാരനെന്നുമാണ് ഡോക്ടർ ലൂക്ക് അറിയപ്പെടുന്നത്. നമ്മളൊക്കെ എങ്ങനെയാണോ അറിയപ്പെടുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ യഥാർത്ഥത്തിൽ യേശു കർത്താവിനെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ഇടയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ജാതിയുടെയോ മതത്തിൻ്റെയോ നിറത്തിൻ്റെയോ പേരിൽ വേർതിരിവുകൾ ഉണ്ടാകുവാൻ പാടില്ല. കർത്താവ് പൊറുക്കില്ല. അത് വേദപുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട സംഗതിയാണ്. ലൂക്കോസ് എന്ന ഓഥറിനെ കുറിച്ച് നമുക്ക് നോക്കാം. ലൂസിയസ് എന്ന ലാറ്റിൻ പേരിൻ്റെ ഷോർട്ട് നെയിമാണ് ലൂക്ക്. കൊളോസ്യർ 4:14 പൗലോസ് വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഫിലമോൻ 24-ാം വാക്യത്തിൽ ലൂക്കോസ് തൻ്റെ കോവർക്കർ, കൂട്ടുവേലക്കാരനാണ് എന്ന് ലൂക്കോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 2 തിമോത്തിയോസ് 4:11 ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നു. അതായത് പൗലോസ് തടവിലായിരിക്കുന്ന സമയത്തും എല്ലാ റിസ്ക്കും എടുത്തുകൊണ്ട് വളരെ ലോയലായിട്ടുള്ള ഒരു ഫ്രണ്ടായിരുന്നു ലൂക്കോസ്. ഗ്രീക്ക് ഭാഷ നന്നായിട്ടറിയാവുന്ന നല്ലൊരു സ്കോളറായിരുന്നു ലൂക്കോസ്. ലൂക്കോസ് നല്ലൊരു സ്റ്റോറി ടെല്ലറായിരുന്നു. വ്യക്തികളെക്കുറിച്ച്, കുടുംബങ്ങളെക്കുറിച്ച്, കമ്മ്യൂണിറ്റീസിനെക്കുറിച്ച്, നേഷൻസിനെക്കുറിച്ച്, സിറ്റീസിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ദൈവം എങ്ങനെ ഹ്യൂമാനിറ്റിക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിച്ചുവെന്ന് വ്യക്തമായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സാൽവേഷൻ എന്താണ്, ട്രാൻസ്ഫോർമേഷൻ എന്താണ്, ഫെയ്ത്ത് എന്താണ്, വർക്ക്സ് എന്താണ് എന്നൊക്കെ മനസ്സിലാകുവാൻ സാധിക്കുന്ന രീതിയിലാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. ലൂക്കോസ് അതുപോലെ വി എന്ന വാക്ക്, ഞങ്ങൾ എന്ന വാക്ക് അപ്പസ്തോല പ്രവൃത്തികളിൽ 16-ാം അധ്യായം, 20-ാം അധ്യായം, 27-ാം അധ്യായങ്ങളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് പൗലോസിൻ്റെ 2-ാമത്തെയും 3-ാമത്തെയും മിഷണറി യാത്രയിൽ ഗ്രീസിലും ടർക്കിയിലും പൗലോസിൻ്റെ റോമിലെ കാരാഗ്രഹവാസത്തിലും ലൂക്കോസ് പൗലോസിൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു യഹൂദനായ മത്തായി തൻ്റെ സുവിശേഷം പ്രധാനമായി യഹൂദന്മാർക്ക് വേണ്ടിയാണ്
എഴുതിയതെങ്കിൽ, ഓഡിയൻസ് അങ്ങനെയായിരുന്നെങ്കിൽ, ലൂക്കോസ് ഒരു യവനായിരുന്നതുകൊണ്ട്, അതായത് വിജാതീയനായതുകൊണ്ട് വിജാതീയർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് തൻ്റെ സുവിശേഷം എഴുതിയത്. ലൂക്കോസ് ഒരു ചരിത്രകാരനായിരുന്നു. തൻ്റെ സുവിശേഷത്തിലും താൻ എഴുതിയ അപ്പസ്തോല പ്രവൃത്തികളിലും ചരിത്രപരമായ വിവരണങ്ങൾ നൽകുന്നതിന് ലൂക്കോസ് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ പബ്ലിക് മിനിസ്ട്രി ആരംഭിച്ച നസ്രത്തിലെ സിനഗോഗിൽ വെച്ച് യേശു പറഞ്ഞു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ന്റെ 1-2 വാക്യങ്ങളാണ് യേശു കർത്താവ് അവിടെ കോട്ട് ചെയ്യുന്നത്. അതാണ് ലൂക്കോസ് 4-ന്റെ 18-19. യെശയ്യാ 61-ന്റെ 1-2 ലൂക്കോസിൻ്റെ 4:18-19. എന്താണത്? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ ഈ വാക്കുകൾ എങ്ങനെ യേശു പൂർത്തീകരിച്ചതെന്ന് തൻ്റെ സുവിശേഷത്തിലൂടെ ലൂക്കോസ് കാണിച്ചു തരികയാണ്. യേശു പാവപ്പെട്ടവരോട് എങ്ങനെയാണ് ഈ സുവാർത്ത അറിയിച്ചത് എന്ന് കാണിച്ചു തരുന്നു. അപ്പസ്തോല പ്രവർത്തികളിൽ ചർച്ച് എങ്ങനെയാണ് ഈ സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുന്നത്, അതെങ്ങനെയാണ് ചർച്ച് തുടരുന്നത് എന്ന് കൂടി ലൂക്കോസ് എഴുതി. ഈ ലൂക്കോസ് എഴുതിയ സുവിശേഷവും അപ്പസ്തോല പ്രവർത്തികളുടെ പുസ്തകവും വായിക്കുന്നവർക്ക് യേശുവിനെ കണ്ടിട്ടില്ലെങ്കിലും രക്ഷ, സാൽവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മറ്റ് സുവിശേഷ രചയിതാക്കൾ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതലായി രക്ഷ, സാൽവേഷൻ എന്ന വാക്ക് ലൂക്കോസ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. രക്ഷ എന്ന് പറഞ്ഞാൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള, ഔട്ട്കാസ്റ്റ് ആയിട്ടുള്ള പാലസ്തീനിലെ ആളുകൾക്ക് ഒരു റിസ്റ്റോറേഷൻ നൽകുന്നതും ഒരു പുതിയ സ്റ്റാറ്റസ് നൽകുന്നതും ഒരു ന്യൂ ഐഡൻറ്റിറ്റി കൊടുക്കുന്നതുമാണ്. സാൽവേഷൻ ആസ് എംപവർമെൻറ്റ്, ശാക്തീകരണമായിട്ട് രക്ഷ മാറുകയാണ്. ശാക്തീകരണം എന്നുള്ള വാക്ക് നമ്മൾ പതിവായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ശാക്തീകരണമായിട്ട് രക്ഷ മാറുകയാണ്. സാൽവേഷൻ ആസ് എംപവർമെൻറ്റ്. ഒന്ന് പറഞ്ഞേ, സാൽവേഷൻ ആസ് എംപവർമെൻറ്റ്. ഉദാഹരണമായി ആർക്കാണ് ശാക്തീകരണം അവിടെ ലഭിക്കുന്നത്? സമരിറ്റൻസ്, ശമരിയക്കാർക്ക്. യേശുവിൻ്റെ കാലഘട്ടത്തിലെ യഹൂദന്മാർ ഈ വിജാതീയരെ പുച്ഛിക്കുന്നതിനേക്കാൾ അധികമായിട്ട് ശമരിയക്കാരെ പുച്ഛിച്ചു. വംശീയമായും മതപരമായും റേഷ്യലിയും റിലീജിയസ്ലിയൊക്കെ അശുദ്ധിയുള്ളവരായിട്ടാണ് ശമരിയക്കാരെ കരുതിയിരുന്നത്. ശമരിയക്കാരെ എന്താണെന്നൊക്കെ നമ്മളിവിടെ പഠിച്ചിട്ടുള്ളതാണ്. ശമരിയക്കാരെക്കുറിച്ച് മർക്കോസ് സുവിശേഷത്തിൽ ഒന്നും പറയുന്നില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു പ്രാവശ്യം പറയുന്നുണ്ട്, എന്നാൽ അത് ഒരു നെഗറ്റീവായിട്ടാണ് പറയുന്നത്. മത്തായി 10:5-6 നമുക്കൊരുമിച്ച് വായിക്കാം. ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്തെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ലൂക്കോസ് 3 പ്രാവശ്യം ശമരിയക്കാരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ലൂക്കോസ് 9:51-53 വരെയുള്ള വാക്യം ഒരുമിച്ച് വായിക്കാം. അവൻ്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവനെ യെരൂശലേമിലേക്ക് യാത്രയാവാൻ മനസ്സുറപ്പിച്ചു. തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അവർ പോയി അവനായി വട്ടം കൂട്ടേണ്ടതിന് ശമര്യരുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു. എന്നാൽ അവൻ യെരൂശലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കയാൽ അവർ അവനെ കൈക്കൊണ്ടില്ല. അപ്പോൾ ശമരിയക്കാരുടെ ഗ്രാമം യേശുവിനൊരു ഹോസ്പിറ്റാലിറ്റി കാണിച്ചില്ല. രണ്ടാമത്തേത് ലൂക്കോസ് 10:30-37 വരെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന സന്ദർഭമാണ്. വഴിയിൽ മുറിവേറ്റ് കിടക്കുന്ന ആളെ രക്ഷിക്കുന്ന നല്ല ശമരിയക്കാരൻ്റെ കഥ. മൂന്നാമത്തേത് ലൂക്കോസ് 17:11-19 വരെ നമുക്ക് നോക്കുമ്പോൾ അവിടെ 10 കുഷ്ഠരോഗികൾ സൗഖ്യമായിട്ട് ശമരിയക്കാരനായവൻ മാത്രം യേശുവിനോട് നന്ദി പറയുവാനായിട്ട് തിരിച്ചു വരുന്നതാണ്.
ഇവയിലൂടെയെല്ലാം ലൂക്കോസ് യേശു എങ്ങനെയാണ് ദേശീയമായിട്ടും വംശീയമായിട്ടുമുള്ള തടസ്സങ്ങളെ മറികടക്കുന്നത് എന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ ശമരിയാക്കാരുടെ ഒരു എംപവർമെൻറ്റ്. അടുത്തത് എംപവർമെൻറ്റ് വിമൻ, സ്ത്രീകൾക്കുള്ള ഒരു ശാക്തീകരണം, സ്ത്രീകൾക്കുള്ള എംപവർമെൻറ്റ്. യേശുവിൻ്റെ കാലഘട്ടത്തിൽ സ്ത്രീകളെ വളരെ താഴ്ന്ന നിലവാരത്തിലാണ് കണ്ടിരുന്നത്. എന്നാൽ ലൂക്കോസ് തൻ്റെ രചനയിൽ പുരുഷനും സ്ത്രീക്കും ഒരേപോലെ തന്നെ രക്ഷ ലഭിക്കുന്നു എന്ന് കാണിക്കുന്നു. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് സഖറിയാവിനോടും മേരിയോടും ഏഞ്ചൽ അറിയിക്കുന്നു എന്ന വിവരം ലൂക്കോസ് എഴുതിയിരിക്കുന്നു. അതുപോലെ ജോസഫും മേരിയും യേശുവുമായിട്ട് ടെമ്പിളിലേക്ക് ചെല്ലുമ്പോൾ ഒരു പുരുഷനെയും കാണുന്നുണ്ട്, ഒരു സ്ത്രീയെയും കാണുന്നുണ്ട്, ശിമയോനെയും കാണുന്നുണ്ട്, അന്നയെയും കാണുന്നുണ്ട്. നസ്രത്തിലെ പ്രസംഗത്തിൽ യേശു സരപ്തയിലെ വിധവയെക്കുറിച്ച് പറയുന്നുണ്ട്. കുഷ്ഠരോഗിയായിരുന്ന സുറിയക്കാരനായ നയമാനെക്കുറിച്ചും പറയുന്നുണ്ട്. കാണാതെ പോയ ആടിനെക്കുറിച്ച് പറയുമ്പോൾ, ഒരു പുരുഷനെക്കുറിച്ച് പറയുമ്പോൾ, നഷ്ടപ്പെട്ട നാണയത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നു. ഒരു പുരുഷൻ സൗഖ്യമായതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഒരു സ്ത്രീ സൗഖ്യമായതിനെക്കുറിച്ച് പറയുന്നു, രക്തസ്രാവക്കാരി സൗഖ്യമായതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞത് ഒരു പുരുഷനെക്കുറിച്ച് പറയുന്നു, ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നു. അതിൻ്റെ ബാലൻസ് ആണ് പറഞ്ഞത്. യേശുവിൻ്റെ മിനിസ്ട്രിയിലും സ്ത്രീകൾ വളരെ പ്രധാനപ്പെട്ട റോളുകൾ വഹിച്ചിരുന്നു എന്ന് ലൂക്കോസ് എഴുതിയിരിക്കുന്നു. ലൂക്കോസ് 8:1 മുതൽ 3 വരെ നമുക്കൊരുമിച്ച് വായിക്കാം. അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. അവനോടുകൂടെ 12 അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്നലക്കാരത്തി മറിയയും ഹെറോദാവിൻ്റെ കാര്യവിചാരകനായ കുശയുടെ ഭാര്യ യോഹന്നെയും ശൂശനെയും തങ്ങളുടെ വസ്തുത കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 16:14-15 വായിച്ച്. തുയത്തൈര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്ന പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പിൻ എന്ന് അപേക്ഷിച്ച് ഞങ്ങളെ നിർബന്ധിച്ചു. അപ്പോസ്തലപ്രവൃത്തി 17:11-12 നോക്കിക്കേ. അവർ തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അതങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവഴുത്തുകളെ പരിശോധിച്ചു പോന്നു. അവരിൽ പലരും മാന്യരായ യവന സ്ത്രീകളിലും പുരുഷന്മാരിലും അനേകരും വിശ്വസിച്ചു. അപ്പോസ്തലപ്രവൃത്തി 21:8-9 നോക്കിക്കേ. പിറ്റന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസരിയയിലെത്തി 7 ഒരുവനായ ഫിലമോൻ എന്ന സുവിശേഷകൻ്റെ വീട്ടിൽ ചെന്ന് അവനോട് കൂടെ പാർത്തു. അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാർ ഉണ്ടായിരുന്നു. സ്ക്രീനിൽ കാണാമല്ലോ അല്ലേ? എന്നിട്ടെന്താ നിങ്ങൾ വായിക്കാത്ത? ഏതാ? ശരി, ഓക്കെ. ഇവിടെ എല്ലാ സ്ത്രീകൾക്ക് പ്രാധാന്യം കാണുവാൻ സാധിക്കും. ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ സാമൂഹികവും മതപരവുമായ വേലിക്കെട്ടുകൾ മറികടന്ന് സ്ത്രീകളെ അപ്ലിഫ്റ്റ് ചെയ്യുവാനായിട്ട് യേശു എന്തു ചെയ്തു എന്നത് ലൂക്കോസ് ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്. യേശു സ്ത്രീകളെ അപ്ലിഫ്റ്റ് ചെയ്യുവാൻ ശ്രമിച്ചു എന്ന് വേദപുസ്തകം പറയുമ്പോഴും പല പ്രീച്ചേഴ്സും പലപ്പോഴും പല സ്റ്റേജിലും സ്ത്രീകളെ താഴ്ത്തിക്കെട്ടിയും ബോഡി ഷെയിം ചെയ്തുമൊക്കെ സംസാരിക്കുന്നത് കേൾക്കുന്നത് ദുഃഖകരമായ അവസ്ഥയാണ്. ബൈബിള് നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ പ്രസംഗങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞിരിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. മൂന്നാമത്തെ എംപവർമെൻറ്റ്, അടുത്തത് ടാക്സ് കളക്ടേഴ്സ്, ചുങ്കക്കാർ. ഇവരെ യഹൂദന്മാർ വെറുത്തിരുന്നു. ചുങ്കക്കാരന്മാരെക്കുറിച്ചും ഇവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇവർ
വെറുക്കപ്പെട്ട റോമാക്കാരുമായിട്ട് സഹകരിച്ച് മറ്റുള്ളവരുടെ മേലെ ഏറ്റവും സാമ്പത്തിക ബുദ്ധിമുട്ട് അടിച്ചേൽപ്പിച്ച് ഈ ചുങ്കക്കാർ സമ്പന്നരായിട്ട് തീർന്നത് കൊണ്ട് പൊതുവേ ഈ ചുങ്കക്കാരെ അഴിമതിക്കാരായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അപ്പം ടാക്സ് കളക്ടേഴ്സിനെ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കൊലപാതകങ്ങൾക്കൊക്കെ തുല്യരായിട്ടാണ് നികുതി പിരിക്കുന്നവരെ, ചുങ്കക്കാരെ കണക്കാക്കിയിരുന്നത്. ഇപ്പം ടാക്സ് കളക്ടേഴ്സിൻ്റെ കുടുംബങ്ങളെയും കൂട്ടാളികളെ ഒന്നും കോടതിയിൽ ഒരു കേസുണ്ടായിക്കഴിഞ്ഞാൽ അവൻ ടാക്സ് കളക്ടറാന്ന് പറഞ്ഞാൽ അവനെ സാക്ഷി പറയാൻ കോടതിയിൽ സമ്മതിക്കില്ല. അത്ര തള്ളപ്പെട്ട വിഭാഗമാണ്. ഇവരെന്തെങ്കിലും ഒരു ചാരിറ്റി പ്രവർത്തനം നടത്തുവാനായിട്ട് തീരുമാനിച്ചാൽ അതൊന്നും സമ്മതിക്കുമായിരുന്നില്ല. അതായിരുന്നു അന്നത്തെ അവസ്ഥ. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു ടാക്സ് കളക്ടർ മാനസാന്തരപ്പെടുക എന്നതോ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ലീഡറിൻ്റെ ഫോളോവറായിട്ട് മാറുക എന്നതോ ലൂക്കോസിൻ്റെ വായനക്കാർക്കന്ന് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. ലൂക്കോസ് 18:9 മുതൽ 14 വരെ നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം. തങ്ങൾ നീതിമാന്മാർ എന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞത് എന്തെന്നാൽ, 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു. ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ ജസ്റ്റിഫൈഡായി. ഇതൊക്കെ യഹൂദന്മാർക്ക് ഷോക്കുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഇവിടെ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായിട്ട് പോവുകയാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ മാറുകയാണ്. 4ാമത്തെ എംപവർമെൻറ്റ്, ശാക്തീകരണം സംഭവിക്കുന്നത് ദ പുവർ, ദരിദ്രരായവർക്ക്. പ്രിയപ്പെട്ടവരെ, ദാരിദ്ര്യം, പോവർട്ടി എപ്പോഴും ആളുകളെ നിസ്സഹായരും രോഗത്തിനും അടിച്ചമർത്തലിനും സമ്പന്നരുടെ ചൂഷണത്തിനുമൊക്കെ ഇരയാക്കുന്നു. യേശുവിൻ്റെ സമയത്ത് ഈ പാവപ്പെട്ടവർ വിദ്യാഭ്യാസമില്ലാത്തവരും മോശയുടെ കൽപ്പനകളെക്കുറിച്ച് അറിയാത്തവരും അതുകൊണ്ട് തന്നെ സാമൂഹികമായും മതപരമായും ഒക്കെ അവഗണിക്കപ്പെട്ടവരുമായിരുന്നു. ഈ ജനങ്ങളോടാണ് യേശു രക്ഷയുടെ സുവിശേഷം പ്രസംഗിച്ചത്. ലൂക്കോസ് 4:18 പറയുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ലൂക്കോസ് 6:20 അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്ക് ഉള്ളത്. ലൂക്കോസ് 7:18 സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാർ വന്ന് യേശുവിനോട് വരുവാനുള്ളവൻ നീയോ എന്ന ചോദ്യത്തിന് യേശു നൽകുന്ന മറുപടിയാണ് ലൂക്കോസ് 7:22. ഒരുമിച്ച് വായിക്കാം. എന്തൊക്കെയാ? കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പിൻ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു. യേശു ദരിദ്രന്മാർക്ക് വളരെ പ്രാധാന്യം നൽകി. യേശു തന്നെത്താൻ ദരിദ്രനായി തീർന്നത് കൊണ്ട് ദരിദ്രന്മാർ ഉയർത്തപ്പെടുകയും രൂപാന്തരപ്പെടുകയും ചെയ്തു. ഇപ്പം യേശു നമ്മളെ സമ്പന്നനാക്കാൻ വേണ്ടി ദരിദ്രനായിട്ട് തീർന്നു. ഇതേ സന്ദേശം തന്നെ ലൂക്കോസിൻ്റെ 1:46 മുതൽ 55 വരെയുള്ള
മറിയയുടെ പാട്ടിലും അതുപോലെ ലൂക്കോസ് 1:68 മുതൽ 75 വരെയുള്ള സഖര്യാവിൻ്റെ പ്രവചനത്തിലും ഉണ്ട്. ലൂക്കോസ് 3:11 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. തമ്മിൽ സ്നേഹത്തോടെ ഉള്ളത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കുന്ന ഒരു പുതിയ രീതിയാണ് യേശു വിഭാവനം ചെയ്തത്. പങ്കുവെക്കലിൻ്റെ രീതിയാണ് യേശു വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തികൾ 2:41 മുതൽ 47 വരെ നമുക്ക് ഒരുമിച്ച് വായിക്കാം. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്നെണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 4:32 മുതൽ 35 വരെ ഒരുമിച്ച് വായിക്കാം. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിനെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവൻ ആരും അവരിലുണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥന്മാരായവരൊക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തന് അവനവൻ്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. ഇങ്ങനെയുള്ള ഒരു നിലവാരത്തിലേക്ക് വരാനായിട്ട് നല്ല മാനസാന്തരം വേണം, നല്ല ത്യാഗം വേണം, പങ്കിടാനുള്ള മനസ്സും ഉണ്ടായിരിക്കണം. ഇപ്പം ദരിദ്രരും വികലാംഗരും അന്ധരും മുടന്തരുമൊക്കെ ദൈവരാജ്യത്തിൽ നിത്യമായിട്ട് വിരുന്നിൽ പങ്കെടുക്കാനുള്ളവരെന്ന് നമ്മൾ പ്രസംഗിക്കാറുണ്ട്. പക്ഷേ പ്രസംഗിച്ചാൽ മാത്രം പോരാ. അവരനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ഒരു മാറ്റം വരുത്തുവാൻ നമുക്ക് പറ്റുന്നത് നമ്മൾ ചെയ്യുവാനായിട്ട് തയ്യാറാകണം. സാൽവേഷൻ ആസ് എംപവർമെൻറ്റ്, ശാക്തീകരണമായിട്ട് രക്ഷ മാറുമ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ ശമരിയക്കാർ, സ്ത്രീകൾ, ചുങ്കക്കാർ, പാവപ്പെട്ടവർ ഇവരുടെയൊക്കെ ജീവിതത്തെ യേശുവിൻ്റെ സ്നേഹം തൊടുന്നതും മാറ്റങ്ങൾ ഉണ്ടാകുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണിത്. അവിടെയാണ് എല്ലാ തലങ്ങളിലും മാറ്റം സംഭവിക്കുന്നത്. ഇന്നലെ ഞാൻ രാവിലെ ഒരു മീറ്റിങ്ങിൽ സംഭവിച്ചപ്പോൾ അവിടെ പ്രസംഗിച്ച ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ മക്കളുടെ പഠനം കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുവാൻ വകയില്ലാത്ത ഏതെങ്കിലും ഒരു കുട്ടിയെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കണം. നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം ഇതിൻ്റെ അകത്ത് ചിലർ മറ്റുള്ളവർ പഠിപ്പിച്ചിട്ടുള്ള ചിലർ ഈ ചർച്ചിൻ്റെ ഹോളിൽ തന്നെ ഇരിപ്പുണ്ട്. എന്തുകൊണ്ടാണ്? അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു കരുണ തോന്നി. ഒരാളെ എനിക്ക് പഠിപ്പിക്കണമെന്ന് തോന്നിയതുകൊണ്ട് പഠിക്കാൻ അവസരം ലഭിച്ചവർ ഉണ്ട്. നിങ്ങളുടെ മക്കളുടെ വിവാഹം കഴിഞ്ഞു കഴിയുമ്പോൾ വിവാഹം നടക്കുവാൻ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം, വിവാഹത്തിന് ക്ഷണിച്ചിട്ട് ഒരു പെട്ടിയായിട്ട് മറ്റേ ഗിഫ്റ്റ് കൊണ്ടേ കൊടുക്കണം, സ്റ്റേജിൽ കൊണ്ട് ഗിഫ്റ്റ് കൊടുത്ത് ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അതല്ല പറഞ്ഞത്. ഒരാളെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുമെങ്കിൽ ചെയ്യണം. നിങ്ങളുടെ ഒരു വീട് പണി നടന്നു കഴിഞ്ഞാൽ ഒരു
വീട് പണിയാൻ പ്രയാസപ്പെടുന്ന ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യുവാനായിട്ട്, അല്ല പറഞ്ഞത് ഞാൻ ചിലപ്പോൾ ഒരു വാതിൽ വെച്ച് കൊടുക്കാനുള്ളതായിരിക്കും, ചിലപ്പോൾ കുറച്ച് ഇഷ്ടിക ഇറക്കി കൊടുക്കാനായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. അങ്ങനെയുള്ളൊരു മാനസിക അവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്തു വരുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ യേശു കർത്താവ് അങ്ങനത്തെ ഒരു അപ്രോച്ചാണ് ചെയ്തത് എന്നുള്ളത്, ശിഷ്യന്മാർ അങ്ങനത്തെ ഒരു അപ്രോച്ചാണ് ചെയ്തതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അത് മനസ്സിലാക്കിയ പലരും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് കൊണ്ട് വ്യക്തികളുടെ ജീവിതങ്ങൾക്ക് സമൂലമായ രൂപാന്തരം സംഭവിക്കുകയാണ്. മനസ്സിലായ? ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ആ രീതിയിലുള്ള രൂപാന്തരങ്ങൾ സംഭവിക്കുകയാണ്. ലൂക്കോസ് സുവിശേഷത്തിലെ രക്ഷ പ്രധാനമായും ഹീലിംഗ് ആണ്, രോഗശാന്തിയാണ്, ശാരീരിക സൗഖ്യം അതിൽ ഉൾപ്പെടുന്നുണ്ട്, എന്നാൽ ആഴമേറിയ പാപമോചനവും അതിലുണ്ട്. ലൂക്കോസ് 1:77 നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്രകരുണയാൽ അവൻ്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവന് മുമ്പായി നടക്കും. അപ്പോസ്തലപ്രവൃത്തി 5:31 ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലങ്കയ്യാൽ ഉയർത്തിയിരിക്കുന്നു. അങ്ങനെ ലൂക്കോസ് പലപ്പോഴും ശാരീരിക സൗഖ്യം ദൈവത്തിൻ്റെ ക്ഷമയുടെ ഒരു പ്രതീകമായിട്ട് അവതരിപ്പിക്കുന്നു. യേശുവിൻ്റെ ശുശ്രൂഷ പലപ്പോഴും രോഗികളെ സുഖപ്പെടുത്തുന്ന ഒന്നായിട്ട് വിവരിക്കപ്പെടുന്നു. ലൂക്കോസ് 4:18-19 അറിയപ്പെടുന്നത് യേശുവിൻ്റെ നസ്രത്ത് മാനിഫെസ്റ്റോ എന്നാണ്. മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞാൽ എന്താ? പ്രകടന പത്രിക. ഇലക്ഷൻ്റെയൊക്കെ സമയത്ത് നമ്മുടെ വീടുകളിലൊക്കെ പാർട്ടിക്കാരുടെ പ്രകടന പത്രിക വരും അല്ലേ? ഇന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഒന്നും ഒട്ട് ചെയ്യുകയില്ല അല്ലേ? ഇന്ന കാര്യങ്ങളാണ്, ഇപ്പോൾ 101 കാര്യങ്ങൾ ഇത്ര നാളിനകത്ത് ചെയ്യും എന്ന് പറഞ്ഞു വരും. ഒരു സാധനവും ചെയ്യുകയില്ല അല്ലേ? എന്നാൽ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ ഈ നസ്രത്ത് മാനിഫെസ്റ്റോ ആണ് ലൂക്കോസ് 4:18-19 എന്താണ് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞു വെച്ചിരിക്കുന്ന പ്രകടന പത്രിക. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും നൽകുവാൻ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു പ്രകടന പത്രികയിൽ. അപ്പോൾ യേശു ക്രോണിക് ഡിസീസ് ആയിട്ടുള്ള വിട്ടുമാറാത്ത കുഷ്ഠം, കണ്ണ് കാണാത്തത്, ചെവി കേൾക്കാത്തത്, ശതാധിപൻ്റെ ദാസൻ്റെ രോഗം, പള്ളിപ്രമാണിയായ മകളുടെ രോഗം, പള്ളിപ്രമാണിയായ മകൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്, ഇങ്ങനെയുള്ള സൗഖ്യങ്ങളെല്ലാം യേശു കർത്താവ് ചെയ്തു. അതുപോലെ ഭൂതം ബാധിച്ചവരെ യേശു കർത്താവ് സൗഖ്യമാക്കി. വാസ്തവത്തിൽ ലൂക്കോസ് എല്ലായ്പ്പോഴും പിശാച് ബാധയും മറ്റ് ശാരീരിക രോഗങ്ങളും തമ്മിൽ വ്യക്തമായിട്ടുള്ളൊരു അതിരൊന്നും വരയ്ക്കുന്നില്ല. ലൂക്കോസ് 4:38-39 യേശു പനിയെ ശാസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കാനായിട്ട് ഉപയോഗിക്കുന്ന പദമാണ് ശാസിക്കുക, ഭത്സിക്കുക എന്നൊക്കെയുള്ളത് അല്ലേ? ആ പദം ഉപയോഗിച്ചുകൊണ്ട് പത്രോസിൻ്റെ അമ്മയുടെ രോഗശാന്തിയിൽ യേശു ഉപയോഗിച്ചു, ആ പദം ഉപയോഗിച്ചു എന്ന് ലൂക്കോസ് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ലൂക്കോസ് 13:10-17 വരെ ഒരു വികലാംഗയായ സ്ത്രീയെ 18 വർഷമായി സാത്താൻ ബന്ധിച്ചതായിട്ട് ലൂക്കോസ് വിവരിക്കുന്നു. ഇതിൻ്റെ തുടർച്ച എന്ന പോലെ ലൂക്കോസ് അപ്പോസ്തലപ്രവൃത്തി 10:38 പറയുന്നു, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ രോഗശാന്തിയും ഈ ഭൂതങ്ങളെ പുറത്താക്കുന്നതും തമ്മിൽ വ്യക്തമായ ഒരു വിഭജനം ഇല്ലാത്തതിൻ്റെ കാരണം ലൂക്കോസ് ഇത് രണ്ടും ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ പ്രകടനങ്ങളായിട്ട് കാണുന്നു എന്നുള്ളതാണ്. ലൂക്കോസ് 11:20 പറഞ്ഞിരിക്കുന്നു, എന്നാൽ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം. അപ്പോൾ യേശു ചെയ്ത രോഗശാന്തിയും ഭൂതങ്ങളെ പുറത്താക്കുന്നതുമായ ശുശ്രൂഷ അനേകരുടെ ജീവിതത്തിൻ്റെ ഡെലിവറൻസിന് കാരണമായിട്ട് തീർന്നു. ഇവിടെ സാത്താനേക്കാൾ ശക്തിയുള്ള ഒരു ശക്തി പ്രവർത്തിക്കുകയും ദൈവരാജ്യം അവിടെ സ്ഥാപിക്കപ്പെടുകയും ചെയ്യുകയാണ്. ഇപ്പം ശാരീരികമായിട്ടുള്ള അസുഖം പലപ്പോഴും
ആഴമേറിയ ആത്മീയ രോഗത്തിൻ്റെ ലക്ഷണമാണെന്ന് ലൂക്കോസ് തിരിച്ചറിയുന്നതിനാൽ രോഗശാന്തിയുടെ ആ ഒരു ശാരീരിക തലത്തേക്കാൾ ഒരു സ്പിരിച്വൽ ഹീലിങ്ങിനും ആത്മീയ രോഗശാന്തിക്കും പാപമോചനത്തിനും ഫോർഗിവ്നെസ് ഓഫ് സിൻസിനുമൊക്കെ അദ്ദേഹം വളരെ ഊന്നൽ നൽകിയിരിക്കുകയാണ്. ലൂക്കോസ് 8:48 രക്തസ്രാവം ബാധിച്ച സ്ത്രീയോട് യേശു പറയുന്നതായിട്ട് ലൂക്കോസ് വിവരിക്കുന്നത് എന്താണ്? നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ലൂക്കോസ് 5:17-26 ഒരു തളർവാദ രോഗിയെ ജനത്തിരക്ക് കാരണം വീടിൻ്റെ ഓട് നീക്കി കിടക്കയോടെ യേശുവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചു. അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു പറയുന്നത് എന്താ? മനുഷ്യ, നിൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ സൗഖ്യത്തിന് മുമ്പ് തന്നെ ക്ഷമ കൊടുക്കുകയാണ്. അതുപോലെ ലൂക്കോസ് 7:48-50 വരെ നോക്കുമ്പോൾ പരീശൻ്റെ വീട്ടിൽ വെച്ച് യേശുവിൻ്റെ കാലുകളിൽ പരിമള തൈലം പൂശിയ സ്ത്രീയോട് നിൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞതായിട്ട് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിലൂടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് പാപമോചനമാണ് ഹാർട്ട് ഓഫ് സാൽവേഷൻ. മനസ്സിലായോ? പാപമോചനമാണ് രക്ഷയുടെ കാതൽ, ഹാർട്ട് ഓഫ് സാൽവേഷൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉണ്ട്, വിവിധ സംസ്കാരത്തിലാണ്, റിലീജിയസ് പ്ലൂറാലിറ്റി ഉണ്ട്, വ്യത്യസ്തമായ മതങ്ങളുണ്ട്. കൂടാതെ ദാരിദ്ര്യവും ദുരിതവും അസമത്വവും അനീതിയുമൊക്കെ നിറഞ്ഞതാണ് ഈ ലോകം. സമ്പന്നരും വിദ്യാസമ്പന്നരുമായിട്ടുള്ളവർ, പവർഫുള്ളായിട്ടുള്ളവരൊക്കെ പലപ്പോഴും ആഡംബരങ്ങൾ ആസ്വദിക്കുന്നവരാണ്. എന്നാൽ ദരിദ്രരായിട്ടുള്ളവർ, ദളിതരായിട്ടുള്ളവർ, ആദിവാസികൾ, താഴ്ന്ന ജാതിക്കാർ, വിദ്യാഭ്യാസമില്ലാത്തവർ, വികലാംഗർ എന്നിവർക്ക് പലപ്പോഴും അവരുടെ ജീവിതമാർഗം കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലൂടെ പോകുന്നവരുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും വിഭജിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം പഠിക്കുമ്പോൾ ഒരു ഹോളിസ്റ്റിക് മെസ്സേജ് ഓഫ് സാൽവേഷൻ, സമഗ്രമായ രക്ഷയുടെ സന്ദേശം നമ്മൾ കേൾക്കേണ്ടതുണ്ട്, നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് നമ്മളെയൊക്കെ സമൂഹത്തിൽ ഡിവൈഡ് ചെയ്യുന്ന തടസ്സങ്ങളെ തകർക്കുന്നത്. ഒരു ഹോളിസ്റ്റിക് മെസ്സേജ് ഓഫ് സാൽവേഷൻ ആയിരിക്കണം നമ്മൾ പങ്കുവെക്കേണ്ടത്. ഇതിനാണ്, ഈ ഹോളിസ്റ്റിക് മെസ്സേജ് ഓഫ് സാൽവേഷന് മാത്രമേ സൊസൈറ്റിയെ ട്രാൻസ്ഫോം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹോളിസ്റ്റിക് മെസ്സേജ് ഓഫ് സാൽവേഷന് മാത്രമേ സോഷ്യൽ ഡിസ്ക്രിമിനേഷനെ കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ പതുക്കെ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വിടവ് കുറയുവാനായിട്ട് ഇടയാകും. ലൂക്കോസിൻ്റെ സുവിശേഷം വളരെ വളരെ വിപ്ലവകരമായിട്ടുള്ളതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം അത് നമ്മളിത് പഠിച്ചു വരുമ്പോൾ അത് നമ്മളെ ആക്ഷനിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയാകണം എന്നാണ് എൻ്റെ ആഗ്രഹവും എൻ്റെ പ്രാർത്ഥനയും. ചർച്ച് സമൂഹത്തിൽ റെലവൻ്റ് ആകണമെങ്കിൽ അത് സാമൂഹികവും സാമ്പത്തികവുമായ ചൂഷണത്തെയും ആത്മീയ അടിമത്തത്തെയും അഡ്രസ്സ് ചെയ്യുവാനായിട്ട് സഭ നമ്മൾ തയ്യാറായിരിക്കണം. നമ്മുടെ മിഷനിൽ പലപ്പോഴും നമ്മളിങ്ങനെ ഇറ്റേണിറ്റി എന്നുള്ളത് മാത്രം, നിത്യത ആ ഒരു സംഭവം മാത്രം, വൺ സൈഡഡ് അപ്രോച്ചിൽ മാത്രമായി നമ്മൾ പോകരുത്. മറിച്ച് ആത്മീകവും ഭൗതികവുമായ ആവശ്യങ്ങളോട് പ്രതികരിക്കുന്ന ഗോസ്പൽ ഓഫ് ഹോളിസ്റ്റിക് സാൽവേഷൻ, സമഗ്രമായ രക്ഷയുടെ സുവിശേഷം ഒരുവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുകയും അവനെ പരിപൂർണമായിട്ട് അവൻ്റെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യുന്നതുമായ ഒരു രക്ഷയുടെ സന്ദേശമായിരിക്കണം നമ്മൾ പങ്കുവയ്ക്കുവാനായിട്ട് തുനിയേണ്ടത്. ലൂക്കോസിൻ്റെ സുവിശേഷം പറയുന്നത് ധനികരും ദരിദ്രരും, യഹൂദരും വിജാതീയരും, പുരുഷന്മാരും സ്ത്രീകളും, പാപികൾ, നീതിമാന്മാർ എന്നിങ്ങനെ എല്ലാത്തരം ആളുകൾക്കും ഇടയിൽ ശരിയായ ബന്ധമുള്ള ഒരു സോഷ്യൽ ഓർഡർ, സാമൂഹിക ക്രമത്തെക്കുറിച്ചാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ ഈ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമ്മൾ നോക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. സമ്പത്തും ദാരിദ്ര്യവും എന്ന സബ്ജക്റ്റ് യേശു പഠിപ്പിക്കുന്ന പലതും ആ വിഷയത്തെക്കുറിച്ച് യേശു പഠിപ്പിക്കുന്ന പലതും ലൂക്കോസ് സുവിശേഷത്തിൽ ഉൾപ്പെടുന്നുണ്ട്. യേശു പലപ്പോഴും ധനവാന്മാരുമായിട്ട് ഇടപഴകുകയും
അവരുടെ സൽക്കാരങ്ങളിൽ പങ്കെടുക്കുകയും അതൊക്കെ സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും സമ്പത്തിൻ്റെ അപകടങ്ങളെയും വരാനിരിക്കുന്ന ന്യായവിധിയെയും കുറിച്ച് യേശു അവർക്ക് മുന്നറിയിപ്പും നൽകുന്നുണ്ട്. അവരുടെ സമ്പത്ത് അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ കിങ്ഡം പർപ്പസിലും ഉപയോഗിക്കപ്പെടുന്നത് ആവശ്യപ്പെടുന്നുണ്ട്. ധനികർക്ക് അനുദപിക്കാനും ദൈവത്തോടും ദരിദ്രരോടുമുള്ള അവരുടെ മനോഭാവം മാറ്റുവാനുമുള്ള അവസരം ലഭിക്കുന്നുണ്ട്. സാധാരണയായി നമ്മുടെ സൊസൈറ്റിയിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പാർശ്വവൽക്കപ്പെട്ടവരുടെ സുഹൃത്തായും യേശുവിനെ ലൂക്കോസ് അവതരിപ്പിക്കുന്നു. യേശു അങ്ങനെയുള്ളവരോടൊപ്പം ജീവിക്കുകയും യേശു അവരെ സുഖപ്പെടുത്തുകയും യേശു അവർക്ക് വേണ്ടി കഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. യേശുവിനെ കുറിച്ച് എങ്ങനെ കേട്ടിരിക്കുന്നത്? ആരുടെ കൂട്ടുകാരനാണ് യേശുവിനെ കുറിച്ച് കേട്ടേക്കണേ? പാപികളുടെയും ചുങ്കക്കാരുടെയും സുഹൃത്ത് എന്നുള്ള നിലയിലാണ് യേശു അറിയപ്പെട്ടത്. നമ്മൾ ചിലരുടെ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ പൊളിറ്റീഷ്യൻസൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് നല്ല പരിചയമുണ്ട് കേട്ടോ. IAS IPS ഗവൺമെൻറ് തലത്തിലുള്ളവരൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് നല്ല പരിചയമുണ്ട് കേട്ടോ. നല്ല വലിയ ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് പരിചയമുണ്ട് കേട്ടോ. അദ്ദേഹത്തിന് വലിയ കമ്പനിയുടെ ഓണേഴ്സൊക്കെ ആയിട്ട് പരിചയമുണ്ട് കേട്ടോ എന്നൊക്കെ പറയപ്പെടാറുണ്ട് അല്ലേ? സമൂഹത്തിൽ പറയപ്പെടാറുണ്ട്. ഇവിടെ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആരുടെ ഫ്രണ്ടെന്നാണ് പറഞ്ഞേക്കണേ? യേശു പാപികളുടെയും ചുങ്കക്കാരുടെയും സുഹൃത്തെന്ന നിലയിൽ യേശു അറിയപ്പെട്ടെന്ന്, നമ്മുടെ മാസ്റ്റർ അറിയപ്പെട്ടത് അങ്ങനെയാണെന്ന്. മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? ചർച്ചിന് നമുക്കൊരു ദൗത്യമുണ്ട്. നമ്മൾ പാവപ്പെട്ടവരെ തിരിച്ചറിയുകയും അങ്ങനെ റിജക്റ്റഡ് ആയിട്ടുള്ള അവരുടെ കൂടെ നമ്മൾ നിൽക്കുകയും വേണം. ഞാൻ സൊസൈറ്റിയായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യം പറയണേ. മാർജിനലൈസ്ഡ് ആയിട്ടുള്ളവരിൽ സ്ത്രീകൾ ഉൾപ്പെടുന്നു. യേശു അവരോട് വളരെ മാന്യമായിട്ട് പെരുമാറി. ഈ സുവിശേഷ സന്ദേശം ഇതെല്ലായിടത്തും കേൾക്കേണ്ടതുണ്ട്. കാരണം ഭീഷണിയും സാമ്പത്തിക നഷ്ടവും മാനസികവും ലൈംഗികമായിട്ടുള്ള പീഡിപ്പിക്കപ്പെടുന്ന അനേകം സ്ത്രീകളുണ്ട്. അവർക്ക് വിടുതൽ ആവശ്യമാണ്. അവരെ ചിലപ്പോൾ വാങ്ങാനും ഉപയോഗിക്കുവാനുള്ള മാർക്കറ്റിലെ വസ്തു പോലെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചിലർ വിവാഹത്തിൻ്റെ മാർക്കറ്റിൽ വിൽക്കപ്പെടുന്നുണ്ട്. അവരുടെ വില, അവരുടെ വാല്യൂ, അവരുടെ മൂല്യം നിർണ്ണയിക്കുന്നത് സ്ത്രീധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കപ്പെടുന്നു. വിവാഹാലോചനകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് കാണും. പക്ഷേ എന്നിട്ട് ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റിയുടെ ഇഷ്യൂ വരുമ്പോഴത്തേക്കും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ദൈവഹിതമാണോ എന്ന് അറിയിക്കാമെന്ന് പറയും. ആ പ്രാർത്ഥനയിൽ ദൈവഹിതം ഉണ്ടാവില്ലെന്ന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയുകയും ചെയ്യും. ഇങ്ങനത്തെ ഹിപ്പോക്രസിയൊക്കെ കളയണം. മനസ്സിലായോ? സ്ത്രീകളെ ഒരുപോലെ മനുഷ്യരായിട്ട് കാണണമെന്നും അവരുടെ കഴിവുകൾ മാനിക്കണമെന്നും യേശു ആവശ്യപ്പെടുന്നു. അതുപോലെ ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നങ്ങളെ, അതിൻ്റെ ഉത്തരം ക്രിസ്ത്യൻ കൊയിനോനിയാണ്. എന്താ പറഞ്ഞേ? ക്രിസ്ത്യൻ കൊയിനോനിയ. പങ്കുവയ്ക്കുവാനായിട്ട് തയ്യാറാകണം. നമ്മൾ പങ്കുവയ്ക്കുവാൻ തയ്യാറാകണം. ലൂക്കോസിൻ്റെ സുവിശേഷം ദൈവത്തിനും മനുഷ്യർക്കുമിടയിലുള്ള വേലിക്കെട്ടുകളെ തകർക്കുന്നതാണ്. ക്രിസ്ത്യൻ കൊയിനോനിയ എന്ന് പറഞ്ഞാൽ ഫെലോഷിപ്പ്, കമ്മ്യൂണിയൻ, ഷെയറിങ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ക്രിസ്ത്യൻ കൊയിനോനിയ എന്ന ലൂക്കോസ് സുവിശേഷത്തിലെ ആശയം ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് മാത്രമല്ല, ഒരു ഡിവൈഡഡ് ആയിട്ടുള്ള സൊസൈറ്റിയുടെ പ്രശ്നത്തിനും പരിഹാരം ആയിരിക്കും. ഇതൊക്കെ അടിസ്ഥാനമാക്കി മനസ്സിലാക്കി വേണം നമ്മൾ ഇനി ലൂക്കോസ് എഴുതിയ സുവിശേഷം പഠിക്കുവാനായിട്ട് ആരംഭിക്കുവാൻ. ഭാരതത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഹോളിസ്റ്റിക് അപ്രോച്ചിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മദർ തെരേസ. ഞാൻ നിങ്ങൾക്ക് ഹോളിസ്റ്റിക് അപ്രോച്ച് എന്താണെന്നുള്ളതൊന്നും മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം മറ്റു ചിലരെ തൊടുന്നതായിരിക്കണം. മരിച്ചു കഴിയുമ്പോഴത്തേക്കും ഫോട്ടോ നോക്കിയിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല, കുറേ നാൾ ജീവിച്ചിട്ട് പോയി എന്ന് പറയാനായിട്ട് ഇടവരരുത്. നമ്മൾ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ ചില ജീവിതങ്ങളെങ്കിലും തൊടുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ് അതാണ്. നമ്മളെ ഇവിടെ ആക്കി വച്ചിരിക്കുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ചിലരെയെങ്കിലും നമുക്ക് തൊടുവാനായിട്ട് സാധിക്കണം. നമ്മളാൽ ചിലർക്കെങ്കിലും മാറ്റമുണ്ടാകുവാൻ സഹായിക്കണം. അതിനെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലൂടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ നമ്മളെല്ലാവരെയും
കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.